മറ്റൊരു വാർത്ത വരികയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഭിന്നശേഷി രോഗികൾ ദുരിതത്തിൽ. ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് പ്രവർത്തിക്കുന്നത് 4-ാം നിലയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. മാസം 2 തവണയാണ് പരിശോധന ക്യാമ്പുകൾ നടത്തുന്നത്. ഭിന്നശേഷി കുട്ടികളെ ഉൾപ്പെടെ 4-ാം നിലയിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. 4-ാമത്തെ നിലയിലാണ് ഈ പറയുന്ന ഭിന്നശേഷി രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള മെഡിക്കൽ ബോർഡ് പരിശോധന അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ തിരക്കാണ്. വീൽ ചെയറിലിരുന്ന് ലിഫ്റ്റ് കയറി അവിടെ കുറേ കാത്തുനിന്ന് അങ്ങനെയൊക്കെ പോകേണ്ട അവസ്ഥയുണ്ട്. മാത്രമല്ല അവിടെ മുകളിലത്തെ നിലയിലാണ് വളരെ കൺജസ്റ്റഡുമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ലിഫ്റ്റ് തകരാറായി. അപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കി. ഒറ്റൊരു ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ. നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വളരെ ദയനീയ അവസ്ഥയാണ് കണ്ടത്. താഴെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു സൗകര്യമായിരിക്കും, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായതുകൊണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, എല്ലായിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് പറയുമ്പോഴാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഈ രോഗികൾ ദുരിതം അനുഭവിക്കുന്നത്. വിനീത, തീർച്ചയായും ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റ്, അതായത് അവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിർണ്ണയിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റിലൂടെയാണ്. ആ സർട്ടിഫിക്കറ്റിലായാണ് മാസത്തിൽ 2 തവണ ഈ മെഡിക്കൽ പരിശോധന, അത് ഡോക്ടർമാരുടെ ഒരു ബോർഡ് തന്നെയാണ് അത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്തിയാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുക. ഈ പരിശോധന നടത്തുന്ന മുറി, അതായത് 4-ാമത്തെ നിലയിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതാണ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ വലിയ ദുരിതം നേരിടാൻ കാരണമായിട്ടുള്ളത്. ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒരു ലിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് മറ്റു രോഗികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. അത് ഒരേ സമയം തന്നെ ഒട്ടനവധി പേർ ആ ലിഫ്റ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം. അപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികളെ ഉൾപ്പെടെ എടുത്ത് ഈ 4-ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനകം തന്നെ ബാലാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് ഈ ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. ഇത് താഴത്തെ നിലയിലാക്കി കഴിഞ്ഞാൽ വാഹനത്തിൽ വന്ന് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ ഈ പരിശോധനയ്ക്ക് വേണ്ടി താഴത്തെ നിലയിലേക്ക് മാറ്റാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ലിഫ്റ്റിന് മുന്നിൽ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് ബുദ്ധിമുട്ട് നേരിട്ട് 4-ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാകും. ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ.